നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രണ്ട് അധ്യാപകരാണ് നമ്മുടെ അതിഥികളായി ലേഡീസ് ബാൻഡിൽ എത്തിയിരിക്കുന്നത്. പാട്ടുകളിലൂടെ കുട്ടികളുടെ പഠനം എളുപ്പമാക്കുന്ന പാലക്കാട് മുതുകുന്നി ALP സ്കൂളിലെ ടീച്ചർ ശാരിക ജയകുമാറും പാഠഭാഗത്തിലെ കാര്യങ്ങൾ നേരിട്ട് കാണിച്ച് പഠിപ്പിക്കുന്ന കണ്ണൂർ എരുവേശി ഗവൺമെന്റ് UP സ്കൂളിലെ സരസ്വതി ടീച്ചറുമാണ് നമുക്ക് ഇന്ന് അതിഥികളായിട്ട് ചേർന്നിരിക്കുന്നത്. രണ്ടുപേരും സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളാണ്. കുട്ടികളെ നമുക്ക് കാണാം, അവരുടെ ഒപ്പം ഉണ്ട് അവരും. എന്തായാലും രണ്ടുപേർക്കും സന്തോഷത്തോടെ സ്വാഗതം. ആദ്യം നമുക്ക് ആ വൈറലായ വീഡിയോകളിലേക്ക് ഒന്ന് പോകാം. രണ്ടുപേരുടെയും നമ്മുടെ സാധാരണ പോരുന്ന കയ്യിനാക്കാളും വ്യത്യാസമാണ് അല്ലേ? അത് വട്ടത്തിൽ ഇങ്ങനെ ഒരു കടയിലുണ്ട്. നേരത്തെ പ്രവീൺ സാർ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ ഒരു നേരത്തെ ആരോ ചോദിച്ചു ടീച്ചറിലിട്ടിട്ട് ഇപ്പൊ കണ്ടാ അലിഞ്ഞു പോയിട്ടുണ്ടാ? അപ്പൊ വെള്ളത്തിൽ അലിയുന്ന സാധനമല്ലാന്ന് മനസ്സിലായില്ലേ? ഈ രണ്ട് ദൃശ്യങ്ങളും കാണുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ടീച്ചർമാർക്കപ്പുറം കുട്ടികളെയാണ്. കാരണം എന്താണെന്നറിയാം, അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. പഠിക്കുന്നു എന്നുള്ളത്, പഠനം എന്നുള്ളത് ഇത്രയും എളുപ്പമാക്കുക അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളത് അത് അധ്യാപകരെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടുപേർക്കും വലിയ സന്തോഷത്തോടെ സ്വാഗതം പറയുകയാണ്. ഞാൻ ആദ്യം പോകുന്നത് ശാരിക ടീച്ചറിലേക്കാണ്. ശാരിക ടീച്ചറെ, ഒരു രക്ഷയില്ല കേട്ടോ പാട്ട്. എല്ലാം ഗംഭീര വൈറൽ പാട്ടുകളൊക്കെ എടുത്തിട്ട് അത് പാഠഭാഗമാക്കിയിട്ട് കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. കുട്ടികൾ ഉറക്കത്തിൽ ചോദിച്ചാലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചടുപടേന്ന് പറയും. ഇതെങ്ങനെയാണ് ഈ ഐഡിയ കിട്ടിയത്? ഇത് എപ്പോൾ തുടങ്ങി? ശരിക്കും കഴിഞ്ഞ വർഷമാണ് ഞാനിത് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം മക്കളുമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് എന്റെ രണ്ട് മക്കളും ഒരു തുഞ്ചൻ പറമ്പിൽ നിന്നുള്ള പാട്ട് വളരെ ഈസി ആയിട്ട് അതിലെ വരികള് കേട്ട് പഠിക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, കുട്ടികൾക്ക് താല്പര്യമുള്ള കാര്യങ്ങള് അവരിഷ്ടത്തോടെ അത് പഠിച്ച് എത്ര വേണമെങ്കിലും പഠിച്ച് മനസ്സിലാക്കി എന്നുള്ള ഒരു തോന്നൽ ആ സമയത്താണ് എനിക്ക് വന്നത്. അപ്പോൾ എന്തുകൊണ്ട് ക്ലാസ്സിലെ കുട്ടികളിലേക്കും കൂടെ അതൊന്ന് കൊണ്ടുവരുത്തിക്കൂടാ എന്ന് തോന്നി. തുഞ്ചൻ പറമ്പിലെ ഈണത്തിൽ തന്നെയാണ് ഞാൻ അന്ന് ബഷീർ ദിനം ആയിരുന്നു. ബഷീർ ദിനത്തിനോടനുബന്ധിച്ച് ആ ഈണത്തില് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഒരു പാട്ട് എഴുതി അവതരിപ്പിച്ചു. അത് നല്ല വിജയമായിരുന്നു. അടിപൊളി. അതെ, ആ പാട്ട് ഗംഭീര വിജയമായിരുന്നു. കുട്ടികളെല്ലാം ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നല്ല ബോധവാന്മാരാണ് എന്നുള്ളതാണ്. അദ്ദേഹം എവിടുത്തുകാരനാണ്, അദ്ദേഹം എന്താണ് എഴുതുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ പാട്ടിലൂടെ കൊണ്ടുവന്നിട്ട് ഗംഭീരമായിട്ട് ടീച്ചർ ചെയ്തു. ആ പാട്ട് ഞങ്ങൾക്ക് കേൾക്കണം. അതിന് മുമ്പ് സരസ്വതി ടീച്ചറിലേക്ക് കൂടി ഞാൻ പോവാണ്. സരസ്വതി ടീച്ചറെ, ഈ വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന പാഠഭാഗം, ഞാനൊരു രക്ഷകർത്താവ് കൂടിയാണ്. അപ്പൊ എൻ്റെ മകനും 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 4ാം ക്ലാസ്സിലെ ആ പാഠം വീട്ടിൽ വന്ന് വായിക്കുമ്പോൾ, വെണ്ണക്കണ്ണം വായിക്കുമ്പോൾ അത് ഇച്ചിരി പാടുള്ള വരികളാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ ഈ വെണ്ണ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ഇതുവരെ മോനോട് ചോദിച്ചില്ല കേട്ടോ. ഇന്ന് ഞാൻ പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറുടെ ഒരു പ്രത്യേകത അതാണ്. ടീച്ചർ വെണ്ണ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ വെണ്ണ കൊണ്ടുവന്ന് കടഞ്ഞ് കാണിക്കാം, അതായത് തൈര് കൊണ്ടുവന്ന് കടഞ്ഞ് വെണ്ണയെടുത്ത് കുട്ടികളെ കാണിച്ച് അത് കുട്ടികൾക്ക് വായിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ ടേസ്റ്റും അറിയിച്ച ശേഷമാണ് ടീച്ചർ പഠിപ്പിച്ചത്. ഭയങ്കര സന്തോഷം. ഇങ്ങനെയുള്ള ടീച്ചർമാരുണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നുന്നു. എന്താണ് ടീച്ചർ, എങ്ങനെയാണ് അത് തോന്നിയത്? അതിനെക്കുറിച്ച് പറയാമോ? നമസ്കാരം. ഇത് ഞാൻ 3 വർഷമായി 4ാം ക്ലാസ്സിൽ ഇതേ പാഠം പഠിപ്പിക്കുന്നു. അപ്പൊ 2022 ഞങ്ങൾ ഒരു കുട്ടിയുടെ വീട്ടിൽ, കർഷകനായ ഒരു കുട്ടിയുടെ വീട്ടിൽ പോയിട്ടാണ് പശു പാല്, വെണ്ണ അതൊക്കെ കണ്ടത്.
കഴിഞ്ഞ വർഷം താരതമ്യേന തകരാറില്ലാത്ത കുട്ടികളായിരുന്നു. എന്ന് വെച്ചാൽ അവര് കർഷക കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളായിരുന്നു, അവർക്ക് വെണ്ണ അറിയായിരുന്നു. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയോ രണ്ടു കുട്ടിയോ ഒഴികെ ആരും വെണ്ണ കണ്ടിട്ടേയില്ല. പാഠം എന്ന് പറയുന്നത് വെണ്ണ ചോദിക്കുന്ന കണ്ണൻ, വെണ്ണ നൽകുന്ന അമ്മ, വെണ്ണ രുചിയോടെ തിന്നുന്ന കണ്ണൻ, വെണ്ണ തിന്നുന്ന കണ്ണൻ. അപ്പൊ കണ്ണനേക്കാൾ ഒരുപടി കൂടെ പ്രാധാന്യം ആ പാഠത്തിൽ വെണ്ണയ്ക്കാണത്. അപ്പൊ വെണ്ണ എന്താണെന്ന് അറിയാത്ത കുട്ടി എങ്ങനെ ഈ പാഠം ആസ്വാദ്യകരമായി പഠിക്കും എന്നുള്ളൊരു വിഷയം വന്നു. അപ്പൊ ഞാൻ വെറുതെ സ്റ്റാഫ് റൂമിൽ നമ്മൾ ഉച്ചഭക്ഷണ സമയത്താണ് ഈ ഒരു പ്രശ്നം എടുത്തിട്ടത്. ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികളും വെണ്ണ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുവന്ന് വെണ്ണ കടഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം ഞാൻ എടുത്തിട്ടു. അത് ഹെഡ് മാഷും സ്റ്റാഫും SRG ഒക്കെ ഏറ്റെടുത്തു. ഹെഡ് മാഷ് പരിപൂർണ പിന്തുണ നൽകി. രാമേന്ദ്ര സാറ് പറഞ്ഞു സംഭവം ഗംഭീരാണ് ടീച്ചറെ, ടീച്ചർ അതിന് വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് വന്നു. അപ്പോ അങ്ങനെയാണ് നമ്മളിത് കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ ഞാനിത് കൊണ്ടുവന്ന് കടകോല് കൊണ്ടുവന്ന് 7ാം ക്ലാസ്സിലെ ഒരു കുട്ടിയോട് ചോദിച്ചു, ഞങ്ങൾ ഇവിടെ സാധാരണ അതിന് മന്ത് എന്നാണ് പറയാറ്, അപ്പൊ ഈ സാധനം കണ്ടിട്ടുണ്ടോ, ഇതെന്താണെന്ന് ചോദിച്ചപ്പോ ഒരു 7ാം ക്ലാസ്സുകാരി പറഞ്ഞത് അത് ചക്ക ഉടക്കാൻ എടുക്കുന്ന സാധനമാണെന്ന്. അപ്പൊ വീട്ടില് കുട്ടി കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഉപയോഗം കുട്ടിക്ക് അറിയില്ല. അപ്പൊ അത് ആ ഒരു എന്താ പറയാ, ആ ഒരു അനുഭവം കുട്ടികൾക്ക് അനുഭവ പരിസരം നൽകുക, അതുവഴി പഠനം ആസ്വാദ്യകരമാക്കുക എന്നാണ് ആ ഒരു പ്രവർത്തനത്തിലൂടെ ചിന്തിച്ചത്. അതെ, എന്തായാലും വലിയ ആശ്വാസം. അത് ചക്ക ഉടയ്ക്കാൻ എടുക്കുന്ന തടിയാണ് എങ്കിലും പറഞ്ഞല്ലോ എന്നുള്ളത് ആശ്വാസമാണ്. മറ്റേ സ്കൂളുകളുടെ കാര്യം എടുക്കുമ്പോൾ എത്രത്തോളം കുട്ടികൾക്ക് അതെങ്കിലും അറിയാം എന്നുള്ളൊരു വലിയ ചോദ്യവും വരുന്നുണ്ട്. അതൊക്കെ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് അത് നമുക്ക് ആ ഭാഗം അങ്ങ് വിടാം. എന്നിട്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ശാരിക ടീച്ചറിലേക്ക് ഒരിക്കൽ കൂടി വരും. ശാരിക ടീച്ചർ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾക്കും ഉണ്ട് കേട്ടോ പ്രത്യേകതകൾ. അതായത് കുട്ടികൾ പാടി നടക്കുന്ന പുതിയ തലമുറയുടെ പാട്ടുകളാണ് കൂടുതലും എടുക്കുന്നത്. അതുപോലെ താളം, കുട്ടികൾക്ക് പെട്ടെന്ന് പാടാൻ പറ്റുന്ന താളം, അതുമാണ് ടീച്ചർ എങ്ങനെയാണ് ഈ പാട്ട് സെലക്ട് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഈ എന്റെ ചെറിയ കുട്ടികളെ ഈ തുഞ്ചൻ പറമ്പിൽ നിന്നുള്ള പാട്ട് വളരെ ആസ്വദിച്ചത് കണ്ടപ്പം ഇവരോട് തന്നെ ഞാനത് വന്ന് അവതരിപ്പിച്ചു. അപ്പൊ എന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു കുട്ടിയാണ് ടീച്ചർ. അങ്ങനെയാണെങ്കിൽ എല്ലാരും കണ്ടുപിടിക്കുന്ന മറ്റൊരു ടോവിനോയുടെ ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ പാട്ടിന്റെ ഈണത്തിലൊരു പാട്ട് എഴുതാവോ ടീച്ചറെ എന്നിങ്ങനെ ഇങ്ങോട്ട് കുട്ടികള് ഈണം സജസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതോടുകൂടി അങ്ങനെയാണ് ആ പാട്ട് അതെ ആ പാട്ട് സെലക്ട് ചെയ്യും. ഞാൻ ചോദിക്കുന്ന ടീച്ചറെ, ഈ പാട്ട് ആ ട്യൂണിനൊത്ത് എഴുതണമല്ലോ, അതും ഒരു കഴിവാണ് കേട്ടോ. അതെങ്ങനെയാണ് ഇത് ഒപ്പിക്കുന്നത് കൃത്യമായിട്ട്? അത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുക്കും, അതങ്ങനെ എഴുതി പോകുന്നില്ല. ടീച്ചറിന് പാട്ട് ഇഷ്ടമാണല്ലേ? പാട്ട് പാടുന്ന ആള് കൂടിയാണല്ലോ, അപ്പൊ സംഗീതമായിട്ട് ബന്ധമുണ്ടോ? ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയവും കൂടി പറയാമോ? ശാസ്ത്രമാണോ പഠിപ്പിക്കുന്നത് അതോ ഞാൻ എല്ലാ വിഷയവും എടുക്കണം. എല്ലാ വിഷയവും ഉണ്ടോ? അപ്പം പാട്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പാട്ട് ഞാൻ പഠിച്ചിട്ടുമില്ല. പക്ഷെ കുട്ടികളുടെ ഇഷ്ടത്തിന് ഇപ്പൊ നമ്മുടെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ, LP കുട്ടികൾ എന്ന് വെച്ചാല് നമ്മൾ ശരിക്കും കഥകളിലൂടെയും പാട്ടുകളിലൂടെയും അവരെ ഇങ്ങനെ ബോറടിക്കാത്ത രീതിയിൽ ക്ലാസ്സുകൾ എപ്പോഴും കൈകാര്യം ചെയ്ത് പോകണമല്ലോ. അപ്പം ഇങ്ങനെ പാട്ടുകളിലൂടെ അവര് പറഞ്ഞപ്പം ആ ഈണത്തിൽ പാടുകയും അവർക്കത് ഭയങ്കരമായിട്ട് അവരെ എൻജോയ് ചെയ്ത് ശരിക്കും ബോറടിക്കാതെ തന്നെ കുട്ടികളെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ, പക്ഷെ ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരും എന്നുള്ളതൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. എന്റെ മക്കളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഇതാവുന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും വൈറലായി. ടീച്ചറിനെ കുറെ പേര് കണ്ടു. കുറച്ച് അധ്യാപകർ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ പോലെയൊക്കെ ഇങ്ങനെ അങ്ങ് പഠിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അവിടെയാണ് നിങ്ങളുടെ വിജയം. എന്തായാലും ടീച്ചർ ഒരു പാട്ട് കേട്ടാലോ? ബാക്കില് മക്കളെ കാണാൻ ഞങ്ങൾക്ക് സാങ്കേതിക പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അവരോടുകൂടെ കൂടാൻ പറയൂ. ടീച്ചർ ഒരു പാട്ട് പാടൂ ഞങ്ങൾക്ക് വേണ്ടി. ഓക്കെ, സംസ്ഥാനങ്ങളുടെ ഒരു പാട്ട്, ആ നീല നിലവേ എന്നുള്ള പാട്ട് ഹിറ്റായി എഴുതിയതായിരുന്നു. ശരി ശരി, ആ പാട്ട് പാടാം. ടീച്ചറെ, എനിക്ക് ഇത് സൂമാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ പാട്ട് നമുക്ക് കേൾക്കാൻ ഇതിന് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, സൂം ആയതുകൊണ്ട് തന്നെ. പക്ഷേ ആ വരികളൊന്ന് പറയാമോ? ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ടീച്ചർ എങ്ങനെയാണ് ഈ വരികൾ ഒപ്പിക്കുന്നത് എന്നൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആ വരികളൊന്ന് പറയാമോ?
പറഞ്ഞാ മതിയോ? ഓ, പറഞ്ഞാ മതി. നമ്മുടെ ഭൂമി അറിയപ്പെടുന്നത് നീലഗ്രഹം എന്നാണല്ലോ. അപ്പൊ നീലഗ്രഹം ഇതാ ഭൂമി തന്നെ, ഏഷ്യ അതിലെ വൻകരയും, പാടിയറിയാം മനസ്സിലാക്കാം ഇന്ത്യ നമ്മുടെ രാജ്യമെന്ന്. പിന്നെ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി മാറി. 29 സംസ്ഥാനങ്ങളായിരുന്നല്ലോ ആദ്യം. അപ്പൊ താനിപ്പാത്തി ജമ്മുവും കേന്ദ്രഭരണമായി 28 സ്റ്റേറ്റ് ഇന്നിതാ ഇന്ത്യയിൽ ഇന്നാക്കി. അതിൽ കേരളം, ആന്ധ്ര, ആസാം, പഞ്ചാബ്, കർണാടക, ജാർഖണ്ഡ്, നാഗാലാൻഡ് അങ്ങനെ 28 സംസ്ഥാനങ്ങളും പറയുന്നുണ്ട്. അവസാനം ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി എന്ന് പറഞ്ഞ വലിയ ചെയ്ത്തായി പോയി കേട്ടോ. കുട്ടികൾ ഈ സിനിമാ പാട്ട് പാടേണ്ട സമയത്ത് ഇത് മൊത്തം പഠിപ്പിച്ച് അത് പാട്ടിനകത്ത് കയറ്റി അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുണ്ട് ടീച്ചറെ. അത് ഇങ്ങനെ തന്നെ പോട്ടെ, ഒരുപാട് എഴുതാൻ പറ്റട്ടെ ടീച്ചർക്ക്. ഇതുപോലെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പാട്ടിലൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ. ഞാൻ സരസ്വതി ടീച്ചറിലേക്ക് പോവാണ്. സരസ്വതി ടീച്ചറെ, നമ്മൾ കടകോലിന്റെ കാര്യം പറഞ്ഞു, വെണ്ണയുടെ കാര്യം പറഞ്ഞു. ഈ എല്ലാ പാഠങ്ങളും പഠിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ ടീച്ചർ? ആദ്യം അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുവോ? എന്നിട്ട് എന്തൊക്കെ ആർക്കൊക്കെ അറിയാം, അങ്ങനെയാണോ? അതെ. അല്ല, അങ്ങനെയല്ല. നമ്മൾ 4ാം ക്ലാസ് വരെ മിക്കവാറും ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ എന്നുള്ളതാണ് നമ്മള് കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ എല്ലാ ഭാഷകളും സയൻസും ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ പരിസര പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു ചെറിയ പ്രകൃതി പഠനം നടത്തി കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സിൽ ഒരു അക്വേറിയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്വേറിയം ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ അടുത്ത ആവാസ വ്യവസ്ഥ ക്ലാസ്സിൽ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ മത്സ്യത്തിന് നിർമ്മിക്കണം എന്നുണ്ട്, അത് നമ്മൾ ഇന്ന് നിർമ്മിച്ചു കഴിഞ്ഞു. ഇങ്ങനെ മിക്കവാറും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് നിന്ന്, നമ്മുടെ സ്കൂളിന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തരം അനുഭവങ്ങളും നൽകിക്കൊണ്ടാണ് എല്ലാ ക്ലാസ്സും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പാഠഭാഗം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തന്നെ, അതിന്റെ സമഗ്ര ആസൂത്രണം നടത്തുന്ന സമയത്ത് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ആലോചിക്കുന്നു. അതില് വ്യത്യസ്തമായിട്ട് വന്നത് ഈ തൈര് കൊണ്ടുവന്നത് സ്കൂളിൽ നിന്ന് കളയാന്നുള്ളത് പെട്ടെന്ന് വന്ന ഒരു ആശയമാണ്. അത് എങ്ങനെയെങ്കിലും കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തിനപ്പുറം ഞാൻ ആലോചിച്ചത് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അത് കാണാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ 1 മുതൽ 7 വരെയുള്ള കുട്ടികൾ അത് കണ്ടുകഴിഞ്ഞു. അപ്പൊ ഈ 1ാം ക്ലാസ്സുകാർക്ക് ചിലപ്പോൾ 4ാം ക്ലാസ്സിൽ നമുക്ക് ഈ പ്രവർത്തനം ചെയ്യേണ്ടി വരില്ല. അങ്ങനെ എല്ലാ കുട്ടികൾക്കും അതൊരു അനുഭവം ആകട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്തത്. പരമാവധി എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഇങ്ങനെ അനുഭവമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് 4ാം ക്ലാസ് വരെയുള്ള പ്രൈമറി ക്ലാസ്സുകൾ പ്രത്യേകിച്ചും ഇത്തരം അനുഭവങ്ങൾ മിക്കവാറും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ വളരെ കുറഞ്ഞു വരികയാണ്. എന്നാൽ ചില കുട്ടികൾ നന്നായിട്ട് ഇപ്പൊ അക്വേറിയം ഇന്നലെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്റെ ക്ലാസ്സിൽ ഒരു മിടുക്കം പറഞ്ഞു, ടീച്ചറെ ഇതിലൊരു മീന് പ്രസവിക്കാനായിട്ടുണ്ട്, അതിനകത്ത് ആൺമീനെയും പെൺമീനെയും എടുത്ത് മറ്റൊരു വെള്ളത്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് കാരണം ഈ ആൺമീനെയും പെൺമീനെയും തിരിച്ചറിയുന്നത്? അപ്പൊ അവൻ വളരെ വ്യക്തമായിട്ട് ആ ആൺമീനെ എനിക്ക് കാണിച്ചു തന്നു. അപ്പൊ കുട്ടികളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന കുട്ടികളും ഉണ്ട്. അതോടൊപ്പം ഒരു അനുഭവങ്ങൾ, പ്രകൃതിപരമായ ഒരു അനുഭവങ്ങൾ ലഭിക്കാത്ത കുട്ടികളും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കുഞ്ഞുമക്കളാകുമ്പോൾ വളരെ തുറന്ന മനസ്സോടുകൂടി നമ്മളോട് സംവദിക്കും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാത്ത ചെറുത് എന്ന് നമ്മൾ ചോദിക്കും. ഞാൻ ഇന്ന് സ്റ്റാഫ് മീറ്റിംഗിൽ ചോദിച്ചു, എത്ര പേർക്ക് ആൺമീനെയും പെൺമീനെയും തിരിച്ചറിയാം? ആർക്കും അറിയില്ല, സയൻസ് ടീച്ചർക്ക് വരെ അറിയാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സന്തോഷങ്ങൾ. നമ്മുടെ അധ്യാപന ജീവിതത്തിന്റെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരം പഠനത്തിന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു. ശരി. ശാരി ടീച്ചറെ, ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ഇവരുടെ വർത്താനം, അതായത് ഇവരുടെ ഈ കുട്ടികളുടെ സംസാരം കേൾക്കാൻ അത് ഭയങ്കര രസമാണല്ലോ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ പാട്ട് പാടുമ്പോഴും ഈ വരികൾ എഴുതി കൊടുക്കുമ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ടീച്ചർക്ക് ഉണ്ടായിട്ടുണ്ടോ? അവര് പറയാറുണ്ട് ഓരോരോ കാര്യങ്ങള്. ഇപ്പോ നിഷ്കളങ്കമായി തന്നെ പറയല്ലോ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പാട്ട് ക്ലാസ്സിൽ ഫ്രീ ടൈമിലായിരിക്കും ഇരുന്ന് എഴുതുന്നുണ്ടാവുക. അവർ പറയുമ്പം ആ സമയത്ത് ടീച്ചറെ ഇന്ന വരി ഇന്നതാക്കിയാലോ എന്നൊക്കെ അവർ തന്നെ ഇങ്ങോട്ട് ഓരോ ആശയങ്ങൾ പറയാറുണ്ട്. നമുക്ക് വേറെ കാര്യം കൂടെ അതിൽ ആഡ് ചെയ്താലോ ടീച്ചറെ, മറ്റേ കാര്യം കൂടെ, അങ്ങനെ ഓരോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ജില്ലകളെ കുറിച്ചുള്ളതാണെങ്കിൽ ടീച്ചറെ, ഇപ്പോ
നെല്ലറ പാലക്കാട് എന്നുള്ള. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാലോ ടീച്ചറെ. അങ്ങനെ ആ പഠിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരിങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിക്ക് ഇപ്പൊ ടീച്ചറെ കാണുന്നത്, ശാരി ടീച്ചറെ പഠിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ കുട്ടികൾ ഡാൻസ് ചെയ്യാണ്. കാരണം കരോക്കെ ഇട്ടിട്ട് കുട്ടികളെ അസംബ്ലിക്ക് നിർത്തുന്ന പോലെ നിർത്തി അവരെ കൊണ്ട് പാടിക്കുക. കരോക്കെ പാട്ടില്ലാത്ത സമയത്ത് മ്യൂസിക് വരുമ്പോൾ അവർ ഡാൻസ് ചെയ്യുകയാണ്. അപ്പൊ അത്ര എൻജോയ് ചെയ്താണ് അവർ അത് പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ടീച്ചറെ, നമ്മൾ നേരത്തെ കുട്ടികളും കൂടെ പാടിയതുകൊണ്ടാണോ ടീച്ചറിന്റെ ശബ്ദം എനിക്ക് കിട്ടാത്തതെന്നൊരു സംശയമുണ്ട്. ടീച്ചർ മാത്രമായിട്ടൊരു പാട്ട് ഞങ്ങൾക്ക് ഒരു 4 വരി ഒന്ന് പാടിത്തരാമോ? നമുക്കൊന്ന് ശ്രമിക്കാം. എല്ലാരും കണ്ട് അവിടെ ടീച്ചറെ മാത്രമായിട്ട് പാടിക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്കും അറിയാം, ഞങ്ങളും പാടൂന്ന് പറഞ്ഞ് നിൽക്കുന്ന വീരന്മാരാണ് പുറയിലുള്ളത്. അപ്പൊ നമുക്കേ ടീച്ചറെ അവരിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടൊന്ന് പാടിച്ചാലോ? ഞാൻ ഈ ബ്ലൂടൂത്ത് ആരെ പാടുക? ഒരാളെ ടീച്ചർ അടുത്ത് വിളിച്ചിരുത്തി അങ്ങ് പാടിച്ചാൽ മതി. അവർക്ക് ഹെഡ്ഫോൺ കൊടുക്കണമെന്നില്ല, ടീച്ചർ തന്നെ പറഞ്ഞാൽ മതി. ടീച്ചർ അവരെ ഒന്ന് പാടിച്ചോളൂ, ഒരാളെ അടുത്ത് നിർത്തി പാടിച്ചോളൂ, കേക്കട്ടെ. എല്ലാരും കണ്ടു കൊതിക്കണ ചന്ദനിൽ ആളുകൾ പോയിട്ടുണ്ട്. നീലാംസ്ട്രോങ് എന്നൊരു വ്യക്തി ചന്ദനിൽ ആദ്യം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോളോ 11 പോയിണ്ട്, കൂട്ടിന് 2 പേരുണ്ട്. യൂണിസ് ഫ്ലാഗ് പറത്തിണ്ട്, കഥയാള് പറയാനേറുണ്ട്. ഏറ്റവും അതിനിറങ്ങിണ്ട്, മൈക്കൽ പോളിസ്റ്റും അവിടെണ്ട്. മനുഷ്യന്റെ ചെറിയൊരു കാൽവെപ്പ് അത് മാനവരാശിയുടെ പുതിപ്പാണ്. വാ, സൂപ്പർ, അടിപൊളി അടിപൊളി ടീച്ചറെ. അതുപോലെ തന്നെ ഒരു അതെ നന്നായിട്ടുണ്ട്. മോന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞോളൂ ടീച്ചറെ. ധനുഷ്യ. ധനുഷ്യ. ശരിക്കും ധനുഷ്യ. കഴിഞ്ഞ വർഷമായിരുന്നു ഞാൻ ഈ പാട്ട് എഴുതിയത്. അപ്പൊ ഇവര് കഴിഞ്ഞ വർഷം 4 കുട്ടികൾക്ക് ഇങ്ങനെ പാടിക്കൊടുക്കുമ്പോ ഇവരിങ്ങനെ കേട്ട് 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 അങ്ങനെ ഈ 1ാം ക്ലാസ് മുതലുള്ള LKG മുതലുള്ള എല്ലാ കുട്ടികളും ഇപ്പൊ പാടാൻ തുടങ്ങി എല്ലാ പാട്ടുകളും. മറ്റൊന്ന് ടീച്ചർ, ഈ പഠിപ്പിക്കുന്ന ബഷീറിനെ കുറിച്ചുള്ള വരികളും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടു. അപ്പൊ അതും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, നമുക്ക് തന്നെ അത് പാടാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ടീച്ചർ എഴുതുന്നത്. അപ്പം വേറെ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? ബഷീറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പിന്നെ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. തുള്ളലിന്റെ ഐതിഹ്യം, തുള്ളൽ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിന്റെ ഒരു ഐതിഹ്യത്തെ കുറിച്ച് ഒരു തുള്ളൽ പാട്ടിന്റെ ഈണത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശിശുദിനവുമായി ബന്ധപ്പെട്ട് നെഹ്റുവിനെ കുറിച്ച് അതുപോലെ ഒരു തുള്ളൽ പരിചയപ്പെടുത്തുക. മലയാളത്തിലും പരിസര പഠനത്തിലൊക്കെ ഈ ഓട്ടം തുള്ളലിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അവർക്ക് ശരിക്കും ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് തുള്ളലിന്റെ രൂപത്തിലൊക്കെ കൊണ്ടുവന്ന് ആ പാട്ടൊക്കെ പാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഈ വേറെ നാമങ്ങൾ, അപരനാമങ്ങൾ വെച്ചുകൊണ്ടുള്ള കവികളുടെ ഈ LSSനൊക്കെ എപ്പോഴും കുട്ടികൾക്ക് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ കുമാരനാശാൻ അറിയപ്പെടുന്നത് ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെയാണ്. അവ അത് വെച്ചുകൊണ്ട് കുറെ കവികളും അവരുടെ അപരനാമങ്ങളും വെച്ചുകൊണ്ട് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ശരി. അപ്പൊ നമുക്ക് ടീച്ചർ ഏതെങ്കിലും ഒരു കുട്ടിയും കൂടി ഒന്ന് ടീച്ചർ ഒന്ന് റെഡിയാക്കി നിർത്തുമ്പോഴേക്കും ഞാൻ സരസ്വതി ടീച്ചറിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം. കുട്ടികൾ പാടുമ്പോൾ അതിന്റെ ഒരു ഭംഗി ടീച്ചറിന് തന്നെ അതൊരു വലിയ സന്തോഷമായിരിക്കുമല്ലോ അവർ കൃത്യമായിട്ട് പാടുമ്പോൾ. അപ്പോൾ ഒരു കുട്ടിയും കൂടി ഒന്ന് റെഡിയാക്കും ഞാൻ സരസ്വതി ടീച്ചറെ. സരസ്വതി ടീച്ചർ പറഞ്ഞ പോലെ ഈ കുട്ടികൾക്കറിയുന്ന പല കാര്യങ്ങളും നമുക്ക് അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ അറിയില്ല എന്നുള്ള ആ ഒരു ബോധ്യമാകലുണ്ടല്ലോ. ടീച്ചർ എങ്ങനെയാണ് ഈ ജനറേഷൻ ഗ്യാപ്പ്, ടീച്ചർ ഒരുപാട് കാലമായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്, ഈ ജനറേഷൻ മാറി വരുന്നതിനെ എങ്ങനെയാണ് ടീച്ചർ കാണുന്നത്? നമ്മള് ഈ ജനറേഷൻ മാറി വരുന്നതിന്റെ ഒരു പ്രധാന സംഭവം ചില സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര രസകരമായി തോന്നും. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു കണ്ണന്റെ കഥകള്, ഇതിന്റെ പാഠത്തിന്റെ അടുത്തത് കണ്ണന്റെ കഥകളാണ്. കണ്ണന്റെ കഥകള് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എനിക്ക് കൂടുതൽ കഥകള് പുസ്തകമുണ്ട് നമ്മുടെ ക്ലാസ് ലൈബ്രറിയില്. കുട്ടികളെ എടുത്ത് വായിക്കണം എന്ന് പറയുമ്പോൾ ഒരുത്തും പറഞ്ഞു, ടീച്ചറെ കണ്ണന്റെ കഥകൾ അറിയാൻ വായിക്കൊന്നും വേണ്ട, യൂട്യൂബ് സെർച്ച് ചെയ്താൽ മതി. എളുപ്പമാണല്ലോ, ഇത്ര കഷ്ടപ്പെട്ട് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കഥ കേട്ട് പോരെ. അപ്പൊ അത്തരത്തില് പിന്നെ അവരുടെ രസകരമായിട്ട് കഥകളിലേക്ക് കൊണ്ടുപോയി നമുക്ക് വേറെ ടിപ്സ് ഇറക്കേണ്ടി വരും. എങ്ങനെയാണ് കഥ പറഞ്ഞ് പകുതി നിർത്തിയിട്ട് ബാക്കി വായിക്കാൻ പറയുക, ചിത്രം വായിച്ച് ഇനി എന്തായിരിക്കും അതിന്റെ അടുത്തത് എന്ന് പറയാം. അങ്ങനെ ഈ ചെറിയ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ടിപ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സ്വന്തം വീട്ടുകാരെ കുറിച്ച് കഥ എഴുതാൻ പറയാം. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാനും പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാനും മടിയുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ പ്രവർത്തനാധിഷ്ഠിത പഠനത്തിൽ കൂടുതൽ താല്പര്യം അവർക്കാണ്. വായിക്കാനും എഴുതാനും ലേശം പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊടുക്കും. എല്ലാത്തിനും അവർ കൂടെ നിൽക്കും. A to Z വെള്ളം കൊണ്ടുവരുന്ന അങ്ങനെ
അപ്പൊ അവർക്ക് ഇതൊക്കെ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മറ്റേതും കഴിയും എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ വർഷം ജൂണിൽ ഈ പുതിയ മക്കളോടൊപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ. അപ്പൊ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഉം. അത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വളരെ നിസ്സാരം എന്ന് തോന്നി തള്ളിക്കളയുന്ന ചില കാര്യങ്ങള് ഉം. കുട്ടികൾ വളരെ എന്താ പറയുക വളരെ കൃത്യമായി നിരീക്ഷിച്ച് നമ്മളോട് പറയുന്ന അനുഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. നിരവധി സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉം. ഉം. ഇതങ്ങനെയാണ്. പിന്നെ നമ്മൾ അതുപോലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിക്ഷണറി എടുക്കും. അങ്ങനെയല്ല, അവർക്ക് വളരെ വ്യക്തമായ ധാരണ നമ്മുടെ ഈ ഒരു 9 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ കൃത്യമായി ഇപ്പോഴത്തെ വളർന്നു വരുന്ന ജനറേഷന് ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വളരെ നന്നായിട്ട് അറിയാം. ഉം. ഉം. അവർക്ക് ഫോണിന്റെ പാസ്വേഡ് നമ്മൾ ഒരിക്കൽ എപ്പോഴൊന്നും പറഞ്ഞു കൊടുത്തെങ്കിൽ അവര് കൃത്യമായിട്ട് ഫോൺ എടുത്ത് കൈകാര്യം ചെയ്യുക. നമ്മളത് റെസ്ട്രിക്ഷൻ വെച്ചുകൊണ്ട് ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്തില്ല. പിന്നെ നമ്മളെന്തായാലും ചെയ്യും. മറ്റൊന്ന് ഡോക്യുമെന്റേഷൻ. ഞാൻ വിചാരിക്കുന്നു ഇങ്ങനത്തെ പരിപാടികൾ ജനം അറിയുന്നത് ഇപ്പൊ ഇത്ര സോഷ്യൽ മീഡിയകൾ ഉള്ളതുകൊണ്ടും നമ്മൾ ഈ ഡോക്യുമെന്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ കുട്ടികൾക്ക് അറിയാം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്യേണ്ട ടീച്ചറെ എന്ന് ചോദിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. അപ്പൊ ആ രീതിയില് നമ്മൾ കുട്ടികളെ വളർന്നു വരുന്നതെന്ന് വെച്ചാൽ അവർ സ്വയം ആയിത്തീരുന്ന ഒരു ഘട്ടമാണ്, ഒരു എന്താ പറയുക ഒരു വളർച്ചയാണ് നമ്മൾ ഇത്തരം പ്രവർത്തന പഠനത്തിന് അനുഭവാധിഷ്ഠിത പഠനത്തിൽ കാണുന്നത്. അവർ തന്നെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാകുന്ന ഒരു ഘടകം കൂടി ഇതിനകത്തുണ്ട്. ശരി. ഷാരിയ ടീച്ചറെ, ഈ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നൊക്കെയുള്ള ഒരു റെസ്പോൺസ് ടീച്ചറിന് കിട്ടാറുണ്ട്? പ്രത്യേകിച്ച് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായതിനു ശേഷം അവരെന്താണ് പറയുന്നത്? അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇപ്പോ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ അമ്മ ഇന്നലെ ഒരു പാട്ട് എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പെരിയോ അവർക്ക് ആ ഒരു സ്പിരിറ്റ് കയറിയിട്ട് അവരും അതിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ വളരെയധികം അവരുടെ PTA ഭാഗത്തു നിന്നാണെങ്കിലും പാരന്റ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല സപ്പോർട്ടാണ് എല്ലാം കൊണ്ടും. സ്കൂളിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും. ടീച്ചർ, നമുക്ക് അപ്പൊ ആരാ ഒന്ന് പാടിത്തരുന്ന അടുത്ത പാട്ട്? കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ശരി. കൊച്ചു കൊച്ചു കഥകളെ കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ തന്ന കവിത കുഞ്ഞു മക്കൾക്ക് അക്ഷരം നൽകിയ അറിവുള്ള അധ്യാപകൻ കുഞ്ഞു മാറ്റി പിതാവായി പറയണം. നീലകണ്ഠ മുഖത്ത് ഫലപ്പാട്ടിൽ ജനിച്ചു മകാൻ അധികരത്ത് നാരായണി അമ്മയാണ് മകാവ് നാരായണി അമ്മയ. അപ്പൊ കുഞ്ഞുണ്ണി മാഷ് ആരാണെന്ന് പഠിക്കുന്നുണ്ട്. കുഞ്ഞുണ്ണി മാഷിന്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, എവിടെയാണ് ജനിച്ചത്, എല്ലാ കാര്യങ്ങളും ആ പാട്ടിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അവാർഡുകള്, അദ്ദേഹം മരിച്ചത് എപ്പോഴാണ്, അതെല്ലാം ഈ പാട്ടിന്റെ ബാക്കിയുണ്ട്. ഗംഭീരം ടീച്ചറെ, ഗംഭീരം. നല്ല ഐഡിയ, അങ്ങനെ ആശയം എന്ന് എനിക്ക് പറയാനുള്ളൂ. ടീച്ചർ ഇപ്പൊ ഈ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ സ്കൂളിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ കഴിയില്ലല്ലോ, അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ആക്ച്വലി ഞാൻ ഇതിപ്പോ ആദ്യമായിട്ട് എഴുതിയ സമയത്ത് ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ എനിക്കത് വേദിയിൽ കയറി പാടാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ പാട്ട് പഠിച്ചിട്ടില്ല. പിന്നെ എഴുതിയത് ശരിയാവോ അങ്ങനെയൊക്കെയുള്ള ഒരു നമുക്ക് ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരി രേഷ്മ ടീച്ചറാണ് എന്നെ തള്ളി ശരിക്കും സ്റ്റേജിലേക്ക് കയറ്റി വിട്ടത്. നിർബന്ധമായും പാടണം. കുട്ടികളെ ഓൾറെഡി പാടിക്കഴിഞ്ഞു. എല്ലാവരുടെയും മുമ്പ് വെച്ച് അസംബ്ലി വെച്ച് ടീച്ചർ ഇത് പാടണം എന്ന് പറഞ്ഞ് മൈക്ക് കയ്യിലേക്ക് തന്ന് എന്നെ പാടിച്ചത് എന്റെ കൂട്ടുകാരി രേഷ്മ ടീച്ചറാണ് ശരിക്കും. അത് തൊട്ടാണ് ബാക്കിയുള്ളതെല്ലാം അങ്ങനെ എഴുതാനും സ്റ്റേജിൽ കയറാനും അതുപോലെ ഈ വീഡിയോയിലും ഒക്കെ വരാനായിട്ട് ഉള്ള ഒരു ഊർജം ശരിക്കും. അതുപോലെ എല്ലാ സ്റ്റാഫുകളും നല്ല സഹകരണമാണ്. എല്ലാവരും നമുക്ക് വേണ്ട എല്ലാ പ്രചോദനങ്ങളും തരുന്നുണ്ട്. സരസ്വതി ടീച്ചറെ, വെണ്ണ വീഡിയോയ്ക്ക് ശേഷം ടീച്ചർക്ക് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയാണ്? ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? കാരണം ഇത് ആ ഒരു ജില്ലയിൽ ഒതുങ്ങിയിട്ടില്ല, ഭയങ്കരമായിട്ട് വൈറലായി എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് റെസ്പോൺസ് കിട്ടുന്നത് ടീച്ചറിന്? അതെ, അതിന്റെ സന്തോഷം തന്നെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടൗണിൽ പോയപ്പോ സ്ഥിരം അറിയുന്ന ആളാണ്. അവിടെ ഒരു വസ്ത്ര വ്യാപാരിയായിരുന്നു. അവിടെ എന്റെ ഒരു രക്ഷിതാവ് ജോലിക്കായി നിൽക്കുന്നുണ്ട്. അപ്പൊ അവള് കണ്ട ഉടനെ ഇതാണ് ഇന്നലത്തെ വീഡിയോയുടെ ടീച്ചർ എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് തന്നെ നേരത്തെ അറിയാം. ഉടനെ ഞങ്ങൾ പറഞ്ഞു ടീച്ചറെ ഇരിക്കും, ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. അത്തരത്തില് ഇന്നലെ ഒരു ടീച്ചർ പറഞ്ഞു ബസ്സിലിരിക്കുമ്പോ പിറകുന്ന് 1-2 ആൾ ഈ വീഡിയോ കാണുന്നു.
അപ്പൊ ടീച്ചർക്ക് തിരിഞ്ഞു നോക്കി ഇത് എന്റെ സ്കൂളാണ് ഞങ്ങളെ പരിപാടിയാണെന്ന് പറയാൻ ഭയങ്കരമായിട്ട് ഒരു വീർപ്പുമുട്ടല്. അപ്പൊ തിരിഞ്ഞപ്പോ പ്രായമുള്ള ആൾക്കാരാണ് കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു നൊസ്റ്റാൾജിക് ഒരു സംഭവം അതിനകത്തുണ്ട്. പുതിയ കുട്ടികൾക്ക് ഇത് അറിയില്ല. പണ്ട് നമ്മള് ധാരാളം പേര് ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ അത് പുതിയ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. ഇതേപോലെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ ക്ലാസ്സിലും സ്കൂളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതോടൊപ്പം കോഴിക്കോട് എന്റെ ഒരു സുഹൃത്തുണ്ട്. അവളും ടീച്ചറാണ്. അപ്പൊ അവള് എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞു, ഈ ഇത് കടയുന്നത് എന്നെ പഠിപ്പിക്കോ? ചെയ്യാൻ ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് ചെയ്തത്? അപ്പൊ ചെയ്ത രീതിയൊക്കെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വാട്സ്ആപ്പിൽ എന്തായാലും കടയുന്നത് പഠിപ്പിക്കാൻ സാധ്യമല്ല, അത് ചെറുതിലെ പഠിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ കടയുന്നതിന് ഒരു പ്രത്യേക നമ്മൾ ഒരു പ്രത്യേക രീതി ഉണ്ടല്ലോ. അത് സ്കൂളിൽ എല്ലാവർക്കും കടയാൻ വേണ്ടി പറ്റിയില്ല. മാഷ് എച്ചമ്മ കടഞ്ഞു, രാമൻ സാറ് നമ്മളൊക്കെ കൃഷിയും പശുക്കളും ഒക്കെ ഉള്ള വീട്ടിൽ നിന്ന് വളർന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് അത് കടയാൻ വേണ്ടി പറ്റിയില്ല. ക്ലാസ്സിലും കുട്ടികളെല്ലാവരും മുഴുവൻ വെച്ച് കടഞ്ഞിട്ടുണ്ട്. അതില് എല്ലാ കുട്ടികളും. മറ്റൊന്ന് അവർക്കുള്ള സന്തോഷം പറഞ്ഞാൽ കടയുന്ന സമയത്ത് ആ തെറിക്കുന്ന തൈര് എല്ലാരും കയ്യിലാക്കി നക്കുന്നവർക്ക് ഭയങ്കര രസകരമായ കാഴ്ച. മറ്റൊന്ന് ഈ കടഞ്ഞിട്ട് വെണ്ണ ഇങ്ങനെ കുറി വരുന്ന സമയത്ത് ഒരാൾ എത്തി നോക്കിട്ട് പറഞ്ഞു, ടീച്ചറെ ഇതിലില്ലാത്ത ഒന്നും സാധനം അതിനകത്ത് വീണിട്ടുണ്ടെന്ന്. ഇതൊക്കെയാണ് അതിന്റെ ഒരു ഗുണഫലം എന്ന് ഞാൻ വരുന്നത്. കാരണം ഈ തൈരിങ്ങനെ കടഞ്ഞു വരുമ്പോഴാണ് ഇതിനകത്ത് വെണ്ണ വരുന്നു, വെണ്ണക്ക് ഇതാണ് നിറമെന്നും വെണ്ണ എടുത്ത് വെള്ളത്തിലിടുമ്പോ നിറമെന്ന് പറഞ്ഞു, അയ്യോ അതിനകത്ത് വലിഞ്ഞു പോകൂലേന്ന്. അപ്പൊ ഇങ്ങനെ നമ്മള് പ്രതീക്ഷിക്കാത്ത, നമ്മള് ലക്ഷ്യം വെക്കാത്ത നിരവധി പ്രവർത്തനങ്ങളും അനുഭവങ്ങളും അറിവുകളും കുട്ടിക്ക് അതിലൂടെ കിട്ടി. മറ്റൊന്ന് ഇത് പറഞ്ഞ പോലെ ഒരു സാംസ്കാരിക പ്രവർത്തകയാണ്. ജില്ലയിലുള്ള സാംസ്കാരിക വിദ്യാഭ്യാസ അക്കാദമി പ്രവർത്തകർക്കൊക്കെ എനിക്കറിയാം. ഞാൻ SSKയിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് കുറച്ചു പേർക്ക് അക്കാദമിഷ്യന്മാർക്ക് എന്നെ അറിയാം. പക്ഷേ പൊതുജനങ്ങൾക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇന്ന് പെട്രോൾ പമ്പിൽ എണ്ണയടിക്കാൻ കയറിയപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു, ടീച്ചറെ വീഡിയോ ഞങ്ങൾ രണ്ടുവട്ടം വൈറലായി. അതാണ് അതിന്റെ ഒരു രസം, അതൊരു സന്തോഷം. അതാണ് അതെ, രണ്ട് ടീച്ചർമാരുടെ മുഖത്ത് ആ ഒരു വലിയ സന്തോഷമുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളെ അറിയാതെ പോകില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്തു വരുമായിരുന്നു. അതിപ്പോഴാണ് ആ സമയം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. നിങ്ങൾ നേരത്തെ തൊട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് അതിന് സമയം വന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. രണ്ട് സ്കൂളിന്റെയും, ഒന്ന് പാലക്കാടാണ് ഒന്ന് കണ്ണൂരാണ്, രണ്ട് സ്കൂളിന്റെയും പ്രധാന അധ്യാപകരൊപ്പം അവർക്കൊപ്പമുള്ള അധ്യാപകർ എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് അവർക്കെന്നുള്ളതാണ്. രണ്ട് പ്രധാന അധ്യാപകരോടും സംസാരിച്ചപ്പോഴും മനസ്സിലായത് അത് തന്നെയാണ്. അവർ പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെ അതിഥിയായി ഞാൻ ടീച്ചറെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും നിറഞ്ഞ മനസ്സോടെ അയ്യോ അതിനെന്താണ്, വിളിച്ചോളൂ, ഞങ്ങളുടെ കുട്ടികളും ടീച്ചറും എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഒരു ഊർജം അല്ലേ സരസ്വതി ടീച്ചറെ? അതെ, ഞങ്ങൾക്ക് ഒന്നും കൂടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിത് ഇങ്ങനെ പറഞ്ഞ് ക്യാഷ്വലായിട്ട് ക്ലാസ് കൊണ്ടേ കാണിക്കാനുള്ളതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ സാറ് പറഞ്ഞു, അങ്ങനെയല്ല, നമുക്കിത് സംഭവമാക്കണം, കളറാക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മൊത്തം എന്റെ ഹെഡ് മാസ്റ്റർ ശ്രീ രാമേന്ദ്രൻ സാറാണ്. അപ്പൊ അത്രയും ഒരു സപ്പോർട്ട് നമുക്ക് ഉള്ളത് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കിത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നത്. ശരി ശരി ശരി. അപ്പൊ എന്തായാലും ആ രണ്ട് പ്രധാന അധ്യാപകർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഒപ്പം ഇവരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് പിന്തുണ നൽകിയ എല്ലാവർക്കും അഭിനന്ദനവും നന്ദിയും ഞങ്ങൾ പറയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ അറിയില്ലായിരുന്നല്ലോ, നമ്മൾ പല ജില്ലകളിൽ ഇരിക്കുന്നവരാണ്. പിന്നെ പല അധ്യാപകർക്ക് നിങ്ങൾ മാതൃകയായി എന്നുള്ളതാണ് അല്ലെ. ക്ലാസ് റൂമിൽ വന്നിരുന്ന പാഠഭാഗങ്ങൾ വളരെ ബോറായിട്ട്, നമുക്ക് പല ടീച്ചർമാരും ഭയങ്കര ബോറാണെന്ന് നമ്മൾ പറയും. ചില ക്ലാസ്സുകൾ അടുത്തത് ഈ ക്ലാസ് ആണെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ കുട്ടികൾ പറയുന്നതെന്ന് മാറിയിട്ട് എനിക്ക് ആ ടീച്ചറിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കണം, എനിക്ക് പോയേ പറ്റൂ, പനിയാണേലും ഞാൻ പോകും എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കുട്ടികളെ നിങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ്. ശാരി ടീച്ചറെ, ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അടുത്ത ഏത് പാട്ടാണ് ഈണത്തിൽ എഴുതാൻ പോകുന്നത്, ഉദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ശരിക്കും പെട്ടെന്ന് നമ്മൾ ആലോചിച്ച് വെക്കുന്നതല്ല, പെട്ടെന്ന് ഒരു ആശയം വരുന്നു വൈകുന്നേരം, അല്ലെങ്കിൽ ആ പെട്ടെന്ന് എഴുതി ഉണ്ടാക്കുന്നതാണ്. ആ ഡീറ്റെയിൽസ് ഒരെണ്ണം എഴുതണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യും. പിന്നെ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ എഴുന്നേക്കുള്ളൂ. അപ്പം കുട്ടികൾ ഇപ്പൊ ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത് ആവേശം സിനിമയിലെ ഒരു പാട്ടുണ്ട്, ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞൊരു പാട്ട്. ഇല്ലുമിനാറ്റി പാട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
ടീച്ചറെ ഇനി 1-ാം ക്ലാസ്സിലെ കുട്ടികളടക്കം ഞാൻ അവരെ പോകുമ്പോൾ ടീച്ചറെ ഇനി ഇലുമിനാറ്റി ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു ആവേശത്തോടു കൂടിയാണ് അവർ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഇനി ഇലുമിനാറ്റിക്ക് പറ്റിയ ഒരു വിഷയം ഇനി സെലക്ട് ചെയ്യലാണ് ഇനി എന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ശാരിക ടീച്ചർ ഇല്ലുമിനാറ്റിയിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എഴുതാനുള്ള വിഷയം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയുന്നവർക്ക്, അങ്ങനെ താല്പര്യമുള്ളവർക്ക് ടീച്ചറുമായിട്ട് ബന്ധപ്പെടാൻ ടീച്ചറിന് ആ വിഷയം കൊടുക്കാം. ടീച്ചർ ഏത് വിഷയം കൊടുത്താലും ആ പാട്ട് കൃത്യമായിട്ട് ആ വരികളിൽ ആ ട്യൂണിൽ നിൽക്കുന്ന രീതിയിൽ എഴുതുകയും പാടുകയും ചെയ്യുമെന്നുള്ളതാണ് ശാരിക ടീച്ചറിന്റെ പ്രത്യേകത. എന്തായാലും നമ്മുടെ സമയം അവസാനിപ്പിക്കാൻ, ഈ ഷോ അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് മാത്രം വിടുന്നു രണ്ടുപേരെയും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കണമെന്നുണ്ട്. സരസ്വതി ടീച്ചറിന്റെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സംഭാഷണം അത് രസമാണ് കേൾക്കാൻ. ടീച്ചർ ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. അപ്പം രണ്ടുപേർക്കും വലിയ സന്തോഷം, എല്ലാ ആശംസകളും, നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി വന്നതിന്. മക്കളെല്ലാരെയും കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും നിങ്ങളെല്ലാം ഭയങ്കര ലക്കിയാണ് ഇങ്ങനത്തെ 2 ടീച്ചർമാരെ കിട്ടിയതില്. അപ്പൊ താങ്ക് യു കേട്ടോ. ഓക്കെ, ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം. ഒരു